ഹലോ, ഇന്നത്തെ വീഡിയോസ് എല്ലാവരും കയറുന്ന കാണണം. പിന്നെ ഞാനൊരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ഞാൻ കുരുമുളക് പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ പെരിഞ്ചീരകവും ഉപ്പും കൂടെ ചേർത്തൊന്ന് വിരവിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തൊന്ന് വിരവിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വിരവിച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പാനിന് ചൂടായി വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പം നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇളക്കി ഇട്ട് കൊടുക്കാം. ഞാൻ സവാളയും തക്കാളിയും എല്ലാം ഞാൻ നമ്മുടെ സവാളയൊക്കെ അരിയുന്ന ജാറുണ്ട്. അതിൽ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി. അപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ അരിയുന്ന ജാറുണ്ട്, സവാള അരിയുന്ന ജാറ്, അതിൽ വെച്ചിതാ അരിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് സവാളയൊക്കെ വാടിക്കിട്ടും. അതായത് ഈ പ്രീതിയുടെ മിക്സിയാണ്. ഇപ്പോൾ 5 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ചെറിയ ചെറിയ തോരങ്ങൾ അരിയുന്ന ജാറുണ്ട്, ജാറില്ല ബ്ലേഡുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബ്ലേഡ് എടുത്തിട്ട് കൊടുത്ത് തോരനൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സവാള 1 മിനിറ്റ് വേണ്ട, പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് നമുക്ക് ആവശ്യത്തിന്. ഇതിൽ മസാലപ്പൊടി ലാസ്റ്റ് ചേർത്താൽ മതി. ഞാൻ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ നല്ല മണം കിട്ടും. അതുകൊണ്ടാണ്. അതൊക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സവാള എല്ലാം കിടന്നൊന്ന് വാടി വെന്ത് വരട്ടെ. അടച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. ഇനി കുറച്ചും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട്. സൈഡൊന്ന് ഒതുക്കി
അപ്പം വെള്ളമൊക്കെ വറ്റി വന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും.